പോക്കൃത്തനങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് വകവെച്ചു കൊടുത്ത വാലന്റൈൻസ് ഡേയുടെ എന്ന് ഒരു മുസ്ലിം പെണ്ണാണ് പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് ആണുങ്ങളുടെ മുമ്പിലേക്ക് വരികയാ. അതും ഹിജാബ് ധരിച്ചുകൊണ്ട്. എന്താ പെണ്ണ് പറഞ്ഞതെന്നറിയോ? കിസ്മി, എന്നെ ഒന്ന് ചുംബിക്കടാ, എന്നെ ഒന്ന് ചുംബിക്കടാ, എന്നെ ഒന്ന് ചുംബിക്കടാ. എന്നിട്ട് കാമുകന്റെ തോളത്ത് കെട്ടിപ്പിടിച്ച് നിന്ന് ചുണ്ടോട് ചേർത്ത് നിന്ന് ചുംബനം സമർപ്പിച്ചിട്ട് അവള് പ്രഖ്യാപിക്കുന്നു, എനിക്ക് പ്രണയിക്കാൻ സ്വാതന്ത്ര്യം വേണമത്രേ. ഓ മുസ്ലിം പെണ്ണേ, ഓ മുസ്ലിം പെണ്ണേ, റാഷിദ് മരിച്ച ഒഴുകുപാറയിലല്ലേ നീ ഉള്ളത്? റാഷിദ് മരണപ്പെട്ട ഒഴുകുപാറയിലല്ലേ നീ താമസിക്കുന്നത്? നിസാം എന്ന സഹോദരന് 4 നില കെട്ടിടത്തിന്റെ 4ാമത്തെ നിലയിൽ നിന്ന് തീപ്പന്തമായി മാറിയ മുമ്പായത്തെ ഒഴുകുപാറയിലല്ലേ പെണ്ണേ നീ ജീവിക്കുന്നത്? നാളെ ഒരു സമയത്ത് നിന്റെ അവസ്ഥ എന്താകുമെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തന്ന ആർജവും ഊർജവും എന്തിനാ ചെലവഴിക്കേണ്ടത്? നിന്റെ യുവത്വം എന്തിനാ നീ ചെലവഴിക്കേണ്ടത്? അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഹബീബിന് താല്പര്യമുള്ള വിഷയങ്ങളിൽ മാത്രം പൊന്നുമോനെ നീ പ്രവർത്തിക്കുക. എന്റെ റസൂൽ എന്തു പറഞ്ഞു, എന്റെ അല്ലാഹ് എന്തു പറഞ്ഞു, അതല്ലാതെ ഞാൻ ചെയ്യൂല എന്ന ഒരു പ്രതിജ്ഞ എടുക്കാൻ ചെറുപ്പക്കാരെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളറകളിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിനോടുള്ള അദമ്യമായ സ്നേഹം ഇങ്ങനെ ഉയരട്ടെ, വിപ്ലവങ്ങൾ ഉയരട്ടെ. അതെന്തിനു വേണ്ടിയാണ്? നഫ്സാനിയത്തിനോടെതിരുള്ള പോരാട്ടമാ, നഫ്സിനോടെതിരുള്ള പോരാട്ടമാ. അതാണ് അല്ലാഹു പറഞ്ഞത്, ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ. മനുഷ്യനെ തിന്മകൾ ചെയ്യാൻ വല്ലാതെ പ്രേരിപ്പിക്കുന്ന നഫ്സാണ്. എന്നിട്ടും അല്ലാഹ് അനുഗ്രഹീതമായ ഖുർആനിലൂടെ കാരുണ്യവാനായ റബ്ബ് ഒരു കാര്യം കൂടി പറഞ്ഞു. എന്തെന്നറിയോ? ഇല്ലാമാ റഹിമ റബ്ബി, എന്റെ റബ്ബ് കരുണ ചെയ്ത, എന്റെ റബ്ബ് പ്രത്യേകം സ്വീകരിച്ച ചില നഫ്സുകൾ ഒഴിച്ച്. അല്ലാഹു ആ പറഞ്ഞ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. വല്ലാതെ പ്രേരിപ്പിക്കും സഹോദരങ്ങളെ, എല്ലാ തിന്മയും ചെയ്യിപ്പി. നമ്മൾ എന്തിനാ മറ്റുള്ളവന്മാരുടെ പേര് പറയുന്നത്? നമ്മൾ പറയുന്നത് എന്താണ്? മറ്റുള്ളവന്മാർ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. എടാ, മറ്റുള്ളവർ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് നീ നിന്റെ സ്വത്വബോധത്തെ, നിന്റെ നഫ്സാനിയത്തിനെ നീ പിടിച്ചുകെട്ട്. നീ മറ്റുള്ളവൻ എന്തിനാ ഇബ്ലീസിനെ തെറി വിളിക്കുന്നത്? നടന്നു പോകുന്ന വഴിയിൽ ഒരിക്കൽ ഒരു യാത്രക്കാരൻ വന്നിട്ട് നടന്നു പോകുന്ന സഹയാത്രികനോട് ചോദിച്ചു, ഞാനും കൂടെ കൂടിക്കോട്ടോ എന്ന് ചോദിച്ചു. കൂടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടി യാത്ര ആരംഭിച്ചു. രാവിലെ യാത്ര ആരംഭിച്ചു. പൂർവാനം കഴിഞ്ഞു, മധ്യാഹ്നം കഴിഞ്ഞു, സായാഹ്നം കഴിഞ്ഞു, രാത്രിയായി. ആ സമയത്ത് ആദ്യം വന്ന യാത്രക്കാരൻ കിടക്കാൻ വേണ്ടിയിട്ട് പായ വിരിച്ചു. അപ്പൊ ഇടയ്ക്ക് കൂടിയ സഹയാത്രികൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാൻ. അപ്പൊ ചോദിച്ചു, എന്താ നിനക്ക് ഇത്ര ധൃതി? നമ്മൾ സംസാരിച്ചു വന്നു എന്നതിനപ്പുറത്ത് പരിചയപ്പെട്ടില്ലല്ലോ, നീ ആരാണ്? ആദ്യം വന്ന യാത്രക്കാരൻ കിടക്കാൻ പായ വിരിച്ചപ്പോൾ ഇടയ്ക്ക് വന്നുകൂടിയ സഹയാത്രികൻ പോകാൻ ഒരുങ്ങിയപ്പോൾ നീ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഈ രണ്ടാമനായ സഹയാത്രികൻ പറഞ്ഞു, അന ഇബ്ലീസ്, ഞാൻ ഇബ്ലീസാണ്. ആ, നീ ഇബ്ലീസാണോ? രാവിലെ മുതൽ എന്റെ കൂടെ ഉണ്ടല്ലോ, നീ എന്താ അത്ര ധൃതിപ്പെട്ട് പോകാൻ ഒരുങ്ങുന്നത്? അപ്പൊ ഇബ്ലീസ് എന്താ പറഞ്ഞെന്നറിയോ? ഞാൻ ഒരു സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിലാ പടച്ചോൻ എന്നെ ശപിച്ചത്. എന്നെ ശപിച്ച് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി. വിശ്വാസികൾ മുഴുവനും എന്നെ ലഅനത്ത് പറഞ്ഞ് ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടിത്തന്ന് ഇത്രയും വലിയ ഒരു ദ്രോഹം എനിക്ക് പടച്ചവൻ തന്നത്, ശാപം തന്നത് ഒരു സുജൂദ് ഒഴിവാക്കിയതിന്റെ പേരിലാ. അതും അള്ളാഹുവിന്റെ മുന്നിലുള്ള സുജൂദല്ല, ഒരു പടപ്പിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞപ്പോ ഞാൻ സൗകര്യമില്ല, നിന്റെ മുന്നിൽ ഞാൻ സുജൂദ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അതിന്റെ പേരിലാണ് ഞാൻ ഇത്രയും അനുഭവിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിന്റെ കൂടെ ഞാൻ രാവിലെ ഇത്രയും സമയമായല്ലോ കൂടിയിട്ട്, നീ സുബഹി നിസ്കരിച്ച, നീ ളുഹർ നിസ്കരിച്ച, നീ അസർ നിസ്കരിച്ച, നീ മഗ്രിബ് നിസ്കരിച്ച, ഇശാ നിസ്കരിച്ച, ഇപ്പൊ കിടക്കാൻ വേണ്ടി പായ വിരിച്ചു. ഇനി ഒരു അദാബ് വന്ന താങ്ങാൻ എന്റെ പൊന്നളിയാ എനിക്ക് പറ്റൂല, അതുകൊണ്ട് ഞാൻ പോവാൻ. ഇതാര് പറഞ്ഞതാ? ശൈത്താൻ. ഇത് ശൈത്താൻ പറഞ്ഞതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ ശൈത്താനെ കുറ്റം പറയുന്നു. എന്ത് യോഗ്യതയാ നമുക്ക് ശൈത്താനെ ആക്ഷേപിക്കാൻ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളറകളിലുള്ള നഫ്സാനിയത്തിനെ പരാജയപ്പെടുത്തിയിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനു വേണ്ടിയിട്ട് നാം ഉണരേണ്ട സമയമല്ലേ ഇത്?
അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. എന്നിട്ട് നാം ജീവിതത്തിൽ നമ്മുടെ തിന്മകൾക്ക്, നാം ചെയ്തു പോകുന്ന തിന്മകൾക്ക് ഇത്രത്തോളം നമ്മെ പ്രേരിപ്പിക്കുന്നത് ആരാണ് എന്നൊന്ന് മനസ്സിലാക്ക്. എന്നിട്ട് നന്നാകാൻ തീരുമാനിക്കുക. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുല്ലുന്നാസി യഗ്ദു, ഓരോ പ്രഭാതത്തിലും ഓരോ മനുഷ്യര്, ഇന്ന് വ്യാഴാഴ്ച എന്റെ പെങ്ങന്മാര് രാവിലെ എണീറ്റപ്പോ എന്താ സംഭവിച്ചെന്നറിയോ? നാളെ വെള്ളിയാഴ്ച എന്റെ പുരുഷന്മാര് എഴുന്നേൽക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഫബായിഉൻ നഫ്സഹു, നമ്മുടെ നഫ്സിനെ നമ്മൾ കച്ചവടം ചെയ്യുകയാണ്. നമ്മുടെ നഫ്സിനെ നമ്മൾ കച്ചവടം ചെയ്യുകയാണ്. എന്നിട്ട് പറയുന്നു, ഫമുഅ്തിഖുഹ, ചിലർ അതിനെ മോചിപ്പിക്കും, ഔ മൂബിഖുഹ, ചിലപ്പോൾ അവർ നരകത്തിൽ കുട്ടിയിടും. നമ്മൾ തന്നെ നമ്മുടെ നഫ്സിനെ കച്ചവടം ചെയ്യുക. ഒന്നുകിൽ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും, ഇല്ലെങ്കിൽ നരകത്തിൽ മുഖം കുത്തി വീടാൻ നമ്മൾ പ്രേരിപ്പിക്കും. നമ്മൾ തന്നെ അതിനുള്ള കാരണം, നമ്മൾ തന്നെ കാരണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എന്തു വേണം? നാം നന്നാവുക. നമ്മൾ നന്നായാൽ പിശാചിനെ പോലും അല്ലാഹു നമ്മുടെ മുമ്പിൽ പരാജയപ്പെടുന്നതിന് വേണ്ടി അല്ലാഹു തആല നമ്മുടെ മുന്നിൽ ഏറ്റവും എളുപ്പമുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചു തരാൻ സംശയമില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, സുന്ദരമായ ഒരു വലിയ പാത, ഒരു സുന്ദരമായ പാലമാണ്. ആ പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ മനോഹരമായ വിരികളുണ്ട്. ആ വിരികളിലെ ചില വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് സങ്കൽപ്പിക്കേണ്ട സഹോദര, മനോഹരമായ ഒരു നീണ്ട വിശാലമായ ഒരു പാലം. ആ പാലത്തിന്റെ രണ്ട് ഭാഗങ്ങളിൽ വിരികളാണ്. അല്ലാഹു ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന വിരികളാ. ആ വിരികളിൽ ചില വാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുകയാ. എന്ത് രസമാണെന്നറിയോ കാണാൻ, എന്ത് രസമാണെന്നറിയോ അതനുഭവിക്കാൻ. പക്ഷേ പാലത്തിലോട്ട് കയറുമ്പോ ആദ്യം കാണുന്നതൊരു സെക്യൂരിറ്റിയാ. അയാൾ പറയുന്നു, നിങ്ങൾ പോകുമ്പോ വിരികൾ കാണും, ആ വിരികൾ ഉയർത്തി നിങ്ങൾ നോക്കരുത്, വാതിലുകൾ തുറന്നു കിടക്കുകയാ, നിങ്ങൾ എങ്ങോട്ട് നോക്കരുത്, നേരെ പോകണമെന്ന് ആദ്യം ഇരിക്കുന്ന സെക്യൂരിറ്റിക്കാരൻ പറയുകയാ. പക്ഷേ ആ മനുഷ്യൻ അങ്ങോട്ട് കയറുമ്പോ ഈ പാലത്തിന്റെ അങ്ങേയറ്റവും ഒരു സെക്യൂരിറ്റിക്കാരൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ദാഇയുണ്ട്, ഒരു ഏറ്റവും നല്ല നമുക്ക് ഉപദേശകനായ ഒരാളിരിപ്പുണ്ട്. സഹോദര, ഇങ്ങനെ അങ്ങോട്ട് കയറുമ്പോ നമ്മളോട് പറയുന്നു, അവിടത്തെ വിരി ഉയർത്തി നോക്കല്ലേ, ആ വാതിൽ തുറന്നു നോക്കല്ലേ എന്ന് നമ്മളോട് പറയുമ്പോ നമ്മൾ കൃത്യമായി ചെന്ന വാതിൽ പൊക്കി നോക്കുമല്ലോ, ആ വിരി ഉയർത്തിയിട്ട് നോക്കുമല്ലോ. ഇതെന്തിന്റെ ഉദാഹരണമെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന നേരായ പാതയുടെ ഉദാഹരണമാ ഈ വിശാലമായ മനോഹരമായ പാലമേതെന്നറിയോ? ആ പാലം ഹുവൽ ഇസ്ലാം. അതാണ് സുന്ദരമായ ഇസ്ലാം. അല്ലാഹ് നമുക്ക് തന്ന പാവനമായ ഇസ്ലാം, നമ്മൾ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഇസ്ലാം, അല്ലാഹുവിന്റെ മതമാകുന്ന ദീനാകുന്ന പരിശുദ്ധ ഇസ്ലാം. ഈ ഇസ്ലാമാകുന്ന പാലത്തിലൂടെ കയറുമ്പോ ഇരുഭാഗങ്ങളിൽ വിടർന്ന് കിടക്കുന്ന വിരികളേതെന്നറിയോ? കർട്ടൻ ഏതെന്നറിയോ? വിരികളേതെന്നറിയോ? സഹോദരാ, ഹുദൂദുല്ലാഹ്, അല്ലാഹുവിന്റെ പരിധികളാണ്. അവൻ വെച്ച പരിധികളാണ്, ബൗണ്ടറികളാണ്, ബോർഡറുകളാണ്. സഹോദര, അതിൽ തുറക്കപ്പെട്ടിരിക്കുന്ന ജാലകങ്ങൾ ഏതെന്നറിയോ? അത് മറ്റൊന്നുമല്ല, മഹാരിമുല്ലാഹ്, അല്ലാഹ് നിഷിദ്ധമാക്കിയ കാര്യങ്ങളാ. അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു വിരിയാണ്, അല്ലെങ്കിൽ ഒരു ജാലകമാണ് കള്ളുകുടി എന്നത്. അതിനപ്പുറത്തൊരു വാതിലുണ്ട്, അത് അല്ലാഹു നിഷിദ്ധമാക്കിയ പലിശയാണ്. അതിനപ്പുറത്ത് മറ്റൊരു വാതിൽ കാണാ, അതേതെന്നറിയോ? അല്ലാഹ് നിഷിദ്ധമാക്കിയ വ്യഭിചാരമാണ്. ഈ മനോഹരമായ ഇസ്ലാം എന്ന പാലത്തിലൂടെ സഞ്ചരിക്കുമ്പോ അല്ലാഹു തആല അവന്റെ ബോർഡറായി, ബൗണ്ടറിയായി ചില നിയമങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വിവരിച്ചു തന്നിട്ട് അതിന്റെ മുന്നിൽ ചില വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. അത് നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങളാ. അതിലോട്ട് തുറന്നു നോക്കല്ലേ എന്ന് ആദ്യം കയറുമ്പോൾ നമ്മൾ കാണുന്ന ഫസ്റ്റ് ഇരിക്കുന്ന ആ സെക്യൂരിറ്റിക്കാരൻ ആരെന്നറിയോ? ആ ദാഇ ആരെന്നറിയോ? അവിടെ ഇരുന്ന് നമ്മെ ഉപദേശിക്കുന്ന ഉപദേശകൻ ആരെന്നറിയോ? അത് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്താണ്? കള്ളു കുടിക്കല്ലേ, പെണ്ണു പിടിക്കല്ലേ, പലിശ വാങ്ങല്ലേ, മദ്യപിക്കല്ലേ, ഇതൊന്നും ചെയ്യല്ലേ എന്ന് ഖുർആൻ നമ്മളോട് പറയുമ്പോ അത് കേൾക്കാൻ കഴിയാതെ വീണ്ടും നമ്മൾ മുന്നോട്ട് നടക്കുമ്പോ ആദ്യം പറഞ്ഞ ഉപദേശകന്റെ ഉപദേശം മറന്നുകൊണ്ട് വീണ്ടും നമ്മൾ ആ അല്ലാഹു നിഷിദ്ധമാക്കിയ ആ ജാലകങ്ങളെ തുറക്കാൻ ശ്രമിക്കുമ്പോ പാലത്തിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നതാ ഒരാൾ വീണ്ടും വിളിക്കുന്നു, ഏയ് തുറക്കല്ലേ, തുറക്കല്ലേ.
ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയുന്ന അങ്ങേ തലക്കിലിരിക്കുന്ന ആളാരാണെന്നറിയോ? അത് വാഇലുല്ലാഹി ഫീ ഖൽബിൽ മുഅ്മിനീ, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിനകത്തുള്ള മനസാക്ഷിയാണത്രേ. എന്ന് പറഞ്ഞാൽ നമ്മളാക്കി മാറ്റുന്ന നമ്മുടെ നഫ്സ് ഉണ്ടല്ലോ, ആ നഫ്സ് ഇല്ലാമാ റഹിമ റബ്ബി, അല്ലാഹു കരുണ ചെയ്ത ചില നഫ്സുകൾ ഒഴിച്ചെന്ന് പറഞ്ഞ ആ നഫ്സാണ് അരുതരുത്, പാടില്ല പാടില്ല എന്ന് നമ്മെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കാനും കാണാനും നമുക്ക് കഴിവില്ല. പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ മനോഹരമായ വഴി നമ്മൾ നടന്ന് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പൊ എത്ര വയസ്സായി? 45 വയസ്സ്, 50 വയസ്സ്, 60 വയസ്സ്, 70 വയസ്സ്. ഈ പ്രായം ഇത്രയും നമ്മൾ ഇസ്ലാം എന്ന് പറയുന്ന മനോഹരമായ പാതയിലൂടെ നടന്നു പോവാൻ. അങ്ങനെ പോകുമ്പോ രണ്ട് ഭാഗത്ത് അള്ളാഹുവിന്റെ നിരോധനങ്ങളാകുന്ന അവന്റെ ബൗണ്ടറി എല്ലാ ലികുല്ലി മലിക്കിൻ ഹിമ, എല്ലാ രാജാക്കന്മാർക്കും ബൗണ്ടറി ഉണ്ട്. ഉക്രൈനും റഷ്യയും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിന്റെ പ്രശ്നം എന്താ പ്രശ്നം? ഇരു രാജ്യങ്ങളും അയൽപക്ക രാജ്യങ്ങളാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം എന്താണ്? രണ്ടും അയൽപക്ക രാജ്യങ്ങളാണ്. അപ്പൊ ഈ രാജ്യത്തിന്റെ ബൗണ്ടറിക്കകത്തേക്ക് കയറിയിട്ട് ഒരു നുള്ളും മണ്ണെടുക്കാൻ ഒരിക്കലും രാജ്യത്തുള്ള ഭരണാധികാരികൾ സമ്മതിക്കില്ല. അള്ളാഹുവിന്റെ പരിധികൾ അവൻ നിശ്ചയിച്ചിട്ടുള്ള ചില പരിധികളാണ് ഈ കാണുന്ന മനോഹരമായ വിരികൾ. അത് കാണാൻ ഭയങ്കര രസമാണ്. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഉയർത്തി നോക്കണമെന്ന് തോന്നും. അവിടെ തുറക്കപ്പെട്ട വാതിലുകളാ, അത് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണ്. നമ്മൾ തുറക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോ ഖുർആൻ തലക്കിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, ലാ തഫ്തഹ്, നീ തുറക്കരുത്, അത് ആപത്താണ്. നമ്മൾ കേൾക്കൂല, കാരണം നമ്മൾ മറന്നു പോകുന്നു. എത്ര പ്രസംഗം കേട്ടാലും മറന്നു പോകുന്നു. അപ്പോഴും അങ്ങേ തലക്കിലിരിക്കുന്ന ആള് പറയുന്നു, തുറക്കരുതേ, നിങ്ങൾ നേരെ അങ്ങ് പോന്നേക്ക് എന്ന് പറയുന്ന അതാണ് ഖൽബുൽ മുഅ്മിൻ. ഹൃദയത്തിൽ ഈമാനുള്ള മുഅ്മിനിന്റെ ഹൃദയത്തിനകത്തൊരു വാഇലുണ്ട്, ഒരു വാഇലുണ്ട്. നമ്മുടെ മനസാക്ഷി എന്ന് പറയില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസാക്ഷി, നമ്മുടെ മനസാക്ഷി ഉണ്ടല്ലോ, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ ഒരു തിന്മയും ചെയ്യരുത് എന്ന്. അള്ളാഹു ആ കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ പറയുന്നത് എന്താണെന്നറിയാം? നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കള്ള് കുടിക്കുന്നവനോട് പറയുന്നത് അരുത്, ഇനി പാടില്ല എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് എന്താണ്? ഞാൻ ഇതും കൂടെ കുടിച്ചിട്ട് നിർത്തിക്കോളാം, ഇതും കൂടെ കുടിച്ചിട്ട് ഇനി കുടിക്കില്ല. സിഗരറ്റ് വലിക്കുന്ന ഒരുത്തനോട് പറയാ, ഒരു പാക്കറ്റ് സിഗരറ്റ് വാങ്ങി, അവനോട് പറയാണ് സിഗരറ്റ് വലിക്കരുത്. അവൻ എന്താ പറയുന്നത്? എന്തായാലും വാങ്ങിയില്ലേ, ഇനി ഒരു 7 എണ്ണം കൂടി ഉണ്ട്, ഇതും കൂടെ വലിച്ചങ്ങ് നിർത്തിയേക്കാം. ഇനി വലിക്കൂല. പലിശക്കാരനോട് പറയാ, നീ എന്തിനാണ് ഇങ്ങനെ പലിശ വാങ്ങുന്നത്? 3 പേരുടെ പൈസയും കൂടെ വരാണ്ട്, അതും കൂടെ വന്നാ ഇനി ഞാൻ നിർത്തിയേക്കാം. 3 പേരുടെ പൈസയും കൂടെ കിട്ടാണ്ട് ഞാൻ നിർത്തിയേക്കാം. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? തെറ്റുകൾ ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ നഫ്സിനെ നമ്മൾ അടക്കാൻ വേണ്ടി നോക്കുക. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ നഫ്സിനെ പണി വെക്കുന്നത്. എന്നാലോചിച്ച് നോക്കൂ, നമ്മൾ തെറ്റ് ചെയ്യാതെ വേണം അത് ചെയ്യാൻ. കാരണം എന്താണ്? ബിരിയാണി കഴിക്കൂല എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ഒരാള് ഇന്ന് ഉച്ചയ്ക്ക് കൂടെ കഴിച്ചേക്കാം, ഇനി മുതൽ കഴിക്കൂല എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് കഴിക്കുമ്പോ അവന് രാത്രി കഴിക്കണമെന്ന് വീണ്ടും ആഗ്രഹം കൂടുകയാണ്. ഭക്ഷണം കഴിക്കുന്തോറും ഭക്ഷണത്തിനോടുള്ള ആർത്തി കൂടിക്കൊണ്ടിരിക്കുമെന്നാണ്. സഹോദരങ്ങളെ, പറയുന്നതെന്താ? بالمعاصي كسر شهوتها إن الطعام يقوي شهوة النهم. നീ ഒരിക്കലും തെറ്റുകൾ ചെയ്തുകൊണ്ട് നിന്റെ നഫ്സിനെ പിടിച്ചു കെട്ടാമെന്ന് നീ കരുതരുത്. എന്തുകൊണ്ടെന്നറിയോ? ഇന്ന ത്വആമ യുഖവ്വി ശഹവത്തൻ നഹിമി. ഭക്ഷണം തീറ്റക്കാരനെ അത് ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഭക്ഷണം തീറ്റക്കാരനെ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. നമ്മളെ നഫ്സ് എന്ന് പറഞ്ഞ കൊച്ചു കുട്ടികളെ പോലെയാ. മുല കുടിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണ്? മാതാവ് തീരുമാനിച്ചു ഈ ഒരു വയസ്സുകൂടെ കൊടുത്തിട്ട് നിർത്താം എന്ന് പറഞ്ഞ അവന് കൊതി കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഈ ഒരു വയസ്സുകൂടെ കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു മാസം കൂടെ കുടിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹം കൂടിക്കൊണ്ടിരിക്കും കുട്ടിയുടെ.
അതല്ല, ഞാൻ അവസാനിപ്പിച്ചു, ഞാൻ നിർത്തി എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ മാറ്റിവെച്ചാലോ? മനുഷ്യൻ കുഞ്ഞുങ്ങളെ പോലെയാണ്. ഒരു തെറ്റുകൂടെ ചെയ്തിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നടക്കില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് ഈ പരിശുദ്ധമായ ശഅബാൻ അല്ലെങ്കിൽ പരിശുദ്ധമായ റമളാൻ പടിവാതിൽക്കൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് നന്നാകാൻ പറ്റിയൊരു അവസരമാണ്. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഓരോ നിമിഷങ്ങളും നന്നായിക്കോളി. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ജീവിതത്തിൽ നമുക്ക് നന്നാകാൻ, പറയുന്നവനും പറയിപ്പിച്ചവനും കേട്ടവനൊക്കെ നന്നാകണം. അങ്ങനെ നന്നായി നല്ല ഒരു റമളാനായി ഈ പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എക്കാലത്തെയും നമ്മുടെ ആഗ്രഹമായിരുന്നു പരിശുദ്ധ റമളാൻ നമുക്ക് പള്ളിയിൽ സജീവമാകണമെന്ന്. എന്തൊരാഗ്രഹമായിരുന്നു. അൽഹംദുലില്ലാ, നേരത്തെ ഉസ്താദ് പറഞ്ഞതുപോലെ ഇടയ്ക്ക് നമ്മളൊക്കെ ആശങ്കയിലായി. അള്ളാഹുവേ, ഇനി വീണ്ടും ഒരു അടച്ചുപൂട്ടൽ ഉണ്ടാവോ? ഇപ്പോഴും പൂട്ടിട്ടിരിക്കുന്ന ഹൗലുകളാ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു പള്ളിയിൽ കയറി ഹൗലിൽ നിന്ന് ഒതു കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഏത് പള്ളിയിലാ ഹൗലിൽ വെള്ളമുള്ളത്? ആ ഹൗലൊക്കെ പൂട്ടി വറ്റി വരണ്ട വയലേലകൾ പോലെ ഹൗല് കിടക്കുകയാണ്. ഹൗലിൽ വെള്ളം നിറയ്ക്കാറായിട്ടില്ല. കാരണം കോവിഡ് വിട്ടുമാറിയിട്ടില്ല. നമ്മൾ കരുതുന്നത് പള്ളിയുടെ ഹൗലിനകത്തായിരിക്കുന്ന കോവിഡ് എന്നാണ്. ഇപ്പൊ കണ്ടില്ലേ, 17,000-ഓളം വരുന്ന ഡോക്ടർമാര് പറഞ്ഞു, ഞങ്ങൾക്കിനി ജനങ്ങളെ പൊട്ടന്മാരാക്കാൻ പറ്റില്ല, ജനങ്ങളെ ഇനിയും പൊട്ടന്മാരാക്കാൻ ഞങ്ങളില്ല, അതുകൊണ്ട് ഞങ്ങൾ തുറന്നു പറയാണ് എന്ന് പറഞ്ഞപ്പോ ലോകാരോഗ്യ സംഘടന പറഞ്ഞു, ഈ കൊല്ലം പകുതിയാകുമ്പോഴേക്കും ഈ കോവിഡ് പൂർണ്ണമായി ഇല്ലാതാകുമെന്ന് പറഞ്ഞു. മെനിങ്ങാനത്തെ പത്രത്തിൽ കിടക്കുന്നു, 2022 ജൂൺ മാസം 22-ാം തീയതി തുടങ്ങി 2022 ഒക്ടോബർ മാസം 24-ാം തീയതി ഉച്ചയ്ക്ക് 1:37 അവസാനിക്കും 4-ാം തരംഗമെന്ന്. ഏതാ മക്കാം ഉറൂസിനെ നോട്ടീസ് അടിക്കുമ്പോഴാണ് അവർ പറയുന്നത്. ഏതാ മക്കാം ഉറൂസിനെ നോട്ടീസ് അടിക്കൂലേ, അതുപോലെയാണ് പറയുന്നത്. ഇവനോടൊക്കെ ആരാ പറഞ്ഞത്? കുറെ പൊട്ടന്മാരെ വിശ്വസിക്കാനും എന്തൊരു ഗതികേടാണ്. ഇവിടത്തെ കച്ചവടക്കാരുടെ കച്ചവടം മൊത്തം പൊട്ടി. 10-25 ടൂറിസ്റ്റ് ബസ് ഉണ്ടായിരുന്ന ഒരു പാവപ്പെട്ട സഹോദരൻ ബാക്കി ബസ്സുകൾക്ക് അടയ്ക്കാനുള്ള കാശില്ലാത്തതിന്റെ പേരിൽ 4ഓളം ബസ്സിനെ ആക്രിക്ക് വിറ്റു. എത്രയോ ആളുകൾ ആത്മഹത്യ ചെയ്തു. പള്ളികൾ അടയ്ക്കപ്പെട്ടു, മദ്രസകൾ അടയ്ക്കപ്പെട്ടു. കുട്ടികൾക്ക് ഒരു ബോധവും ഇല്ല. ചെറുപ്പക്കാർക്ക് ഒരു ബോധമില്ല. മതത്തിൽ നിന്ന് അവർ ബഹുദൂരം പിന്നിലായി. ഇപ്പൊ ജബ്ബാർ മാഷിന്റെ കൂടെ കുറെ എണ്ണം കൂടി, അപ്പൊ കുറെ താത്തമാര് ജാമിദാരെ കൂടെ കൂടി, അപ്പൊ കൊള്ളാം ജസ്ലാം മാടശ്ശേരിയുടെ കൂടെ കുറെ എണ്ണം കൂടി. എല്ലാ ശൈത്താന്റെ കൂടെ ആളുകളുണ്ട്. ആലോചിച്ച് നോക്ക്. ഇതിനൊക്കെ ആയുസ് കൂടുതലാണ്. കാരണം റബ്ബിനോട് ചോദിച്ചു വാങ്ങിയതാണ് ശൈത്താൻ, എനിക്ക് ആയുസ് നീട്ടിത്തരണം. ഈ ശൈത്താന്മാർക്കൊക്കെ ആയുസ് കൂടുതലാണ്. ഞാൻ പറയുന്നത്, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ കഴിഞ്ഞ 3 വർഷം കൊണ്ടുണ്ടായി. കോവിഡ് വന്നപ്പോ മദ്രസകളില്ല. മനുഷ്യന് മക്കൾക്ക് എന്താണ് അലിഫ് എന്നറിയില്ല, എന്താണ് അള്ളാഹ് എന്നറിയില്ല. അള്ളാഹ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികൾ. എന്തൊരവസ്ഥയാണിത്. ആ അവസ്ഥകളിൽ നിന്ന് അല്പമൊന്ന് കരകയറാൻ വേണ്ടിയിട്ട് കരുണയുടെ പ്രവർത്തകരെ പോലുള്ള നമ്മുടെ ചെറുപ്പക്കാര്, ചൊണക്കുട്ടികളായ ചെറുപ്പക്കാര് ഇതുപോലുള്ള സദസ്സുകൾ സംഘടിപ്പിച്ച് ചെറുപ്പക്കാരെ ദീനിലേക്ക് ആവാഹിക്കാൻ വേണ്ടി, പരിശുദ്ധമായ ദീൻ അവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ വീണ്ടും പറയുകയാണ്, 4-ാം തരംഗം വരാൻ പോകുന്നു, 4-ാം തരംഗം വരാൻ പോകുന്നു. ഇത്രയും കൃത്യമായിട്ട് ഒരു കണക്ക് കൂട്ടലുകൾ മാസങ്ങൾക്ക് മുമ്പ് അവർക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തൊരവസ്ഥയാണ്. കൃത്യമായ ഡേറ്റ് സഹിതം പറയുകയാണ്. മാസ്ക് വിറ്റ കോടികൾ, കോടാന കോടികൾ, സാനിറ്റൈസർ വിറ്റ സഹസ്ര കോടികൾ, മരുന്ന് കമ്പനികൾക്ക് സഹസ്ര കോടികൾ, വാക്സിൻ സംവിധാനത്തിലൂടെ നേടിയ ഒരു കോടികൾ. ഈ കോടികളൊന്നും തിന്നിട്ട് അവന്റെ ഒക്കെ വയറ് നിറഞ്ഞിട്ടു ഇതൊന്നും അവസാനിപ്പിക്കാൻ കഴിയാതെ പാവപ്പെട്ട ജനങ്ങളെ പൊട്ടന്മാരാക്കിക്കൊണ്ട് ഇനിയും 4-ാം തരംഗത്തിന്റെ പേരിൽ ഈ പാവപ്പെട്ട സമൂഹത്തെ, പാവപ്പെട്ട ജനങ്ങളെ ക്ഷേത്രങ്ങൾ അടച്ചു, ചർച്ചുകൾ അടച്ചു, പള്ളികൾ അടച്ചു, എല്ലാം അടച്ചിട്ട് മതത്തിൽ നിന്ന് ചെറുപ്പക്കാർ മാറിയിട്ട് കള്ളിന്റെ പിന്നാലെ, പെണ്ണിന്റെ പിന്നാലെ എല്ലാ പ്രശ്നങ്ങളും ഉടലെടുത്തത് ഈ 3 കൊല്ലത്തിനിടയിലാണ്.
ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായത് ഈ 3 കൊല്ലത്തിനിടയിലാണ്. അങ്ങനെ എല്ലാ മനുഷ്യരും അവരവരുടെ മതബോധത്തിൽ നിന്ന് പിന്നോട്ട് പോകുമ്പോ ഇനിയും നമുക്കൊരു അടച്ചുപൂട്ടൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോ നമ്മളൊക്കെ ആകെ ശങ്കിച്ചവരാണ്, ഇനി ഒരു അടച്ചുപൂട്ടൽ ഉണ്ടാകുമോ എന്ന്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇതുവരെയും വേറെ നെഗറ്റീവായിട്ടുള്ള ഒരു റിപ്പോർട്ടുകളും വന്നിട്ടില്ല. എല്ലാം പോസിറ്റീവ് തന്നെ. ഇനിയിപ്പോ അറിയാൻ പറ്റില്ല, നമ്മൾ ശക്കിന്റെ ദിവസത്തിൽ ഇരിക്കുമ്പോ ഇതാകെ ഒക്കെ കീഴ്മേൽ മറിയോ എന്ന് നമുക്കറിയില്ല. കഴിഞ്ഞ വർഷം പോലെ അവസാനത്തെ 10 ഹയാത്താക്കാൻ വേണ്ടി എല്ലാവരും സൂപ്പർ വൈറ്റ് ഒക്കെ മുക്കി തുണിയൊക്കെ തേച്ച് റെഡിയാക്കി കൊണ്ട് വന്നപ്പോഴാണ് പറഞ്ഞ വീട്ടിൽ പോയിരുന്നോളാം. ചില ആളുകൾ പറഞ്ഞു ലക്ഷ്മണരേഖയ്ക്ക് വെളിയിറങ്ങരുത്. അങ്ങനെയൊക്കെ എല്ലാവരും അവരുടെ വീടുകളിലായി. പെരുന്നാൾ ആഘോഷം ഇല്ലാതെയായി. എന്റെ സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വന്നാൽ എങ്ങനെ നിൽക്കണമെന്നും നമുക്കൊരു പുതിയ അനുഭവങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നഫ്സിനെ ഒന്ന് റെഡിയാക്കി. ഒരു യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ ഒരുപാട് ശത്രുക്കളോട് പോരാടി 8 മണിക്കൂറുകളോളം യുദ്ധം ചെയ്ത, ദിവസങ്ങളോളം യുദ്ധം ചെയ്ത ഒരു യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ വന്നു. തിരികെ വീട്ടിലേക്ക് വന്നപ്പോ അള്ളാന്റെ ഹബീബ് പറയുകയാണ്, സഹാബാ, ഒരു വലിയ യുദ്ധം ഇനി നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറെടുക്കുമോ? യാ റസൂലല്ലാഹ്, പട്ടിണി കിടന്ന ഒരുപാട് നിമിഷങ്ങളായിരുന്നല്ലോ കഴിഞ്ഞ യുദ്ധത്തില്, ഒരുപാട് പ്രയാസങ്ങളായിരുന്നല്ലോ നബിയെ, ഇനിയും വലിയ ഒരു യുദ്ധമാണോ ഉള്ളതെന്ന് ചോദിച്ചപ്പോ അള്ളാന്റെ ഹബീബ് പറഞ്ഞതെന്തെന്നറിയോ? അത് നഫ്സിനെ പിടിച്ചു നിർത്തല, നഫ്സിനെ നേരായ വണ്ണം നിർത്തല. അതുകൊണ്ട് ആ നഫ്സിനെ തടഞ്ഞു നിർത്താൻ, പിടിച്ചു കെട്ടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കോ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ ആദ്യമായി പ്രസംഗിക്കുന്നത് മദ്രസയിൽ പഠിക്കുമ്പോഴാണ്. അതെനിക്ക് എത്ര 11-12 വയസ്സുണ്ട്. മദ്രസയിൽ എന്നെ 3 വർഷം പഠിപ്പിച്ച് വെള്ള പേപ്പറിൽ കറുത്ത മഷി കൊണ്ട് ആദ്യമായി എനിക്ക് പ്രസംഗം എഴുതി, ആദ്യമായി ഞാൻ 10 പേരുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുമ്പോ ആ പ്രസംഗിക്കാൻ എന്നെ പഠിപ്പിച്ച് എന്റെ മദ്രസയിൽ ആദ്യമായി പ്രസംഗം എഴുതി തന്ന ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദാണ്. അന്ന് പനവൂർ ജോലി ചെയ്യുമ്പോ ഞാൻ അന്ന് മദ്രസയിൽ പഠിക്കാൻ, ഉസ്താദാണ് ആദ്യമായി എനിക്ക് പ്രസംഗം എഴുതി തരുന്നത്, എന്നെ പ്രസംഗിക്കാൻ പഠിപ്പിച്ചത്. അതിനുശേഷം അൽഹംദുലില്ലാ പ്രഭാഷണ മേഖലകളിൽ സജീവമാകുമ്പോ ഉസ്താദ് എവിടെയൊക്കെ ജോലി നോക്കിയിട്ടുണ്ടോ ആ മഹലിലൊക്കെ വഅലിന് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ സ്നേഹവും ഒരു താല്പര്യവും ഒരു കരുതലും ഒക്കെ ഉള്ള ഒരു നല്ല മനുഷ്യനാണ്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു ഈ സദസ്സിന്റെ ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു താല മാറ്റി കൊടുക്കട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിൽ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഈ വരാൻ പോകുന്ന പരിശുദ്ധ റമളാൻ. ആ റമളാനെ വേണ്ട നിലയിൽ ഇൻഷാ അള്ളാഹ് നമുക്ക് എന്തു വേണം? നമുക്ക് ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ഈ റമളാനെ മാറ്റിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുഷ്പ്രേരക മനസ്സാണ് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, എന്റെയും നിങ്ങളെയും ജീവിതത്തിൽ തകർച്ചയ്ക്ക് കാരണമാകുന്നത് തന്നെയാണ്, നമ്മൾ തന്നെയാണ് എന്റെ സഹോദരങ്ങളെ നമ്മളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇല്ലാ മാ റഹിമ റബ്ബി. അള്ളാഹു കരുണ ചൊരിഞ്ഞ ചിലരൊഴിച്ച് ആ കരുണ ചൊരിഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെടണം. അള്ളാഹു പറഞ്ഞല്ലോ, ആ കരുണ ചൊരിഞ്ഞവരിൽ നമ്മൾ ഉൾപ്പെടണം. അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാവട്ടെ, അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാകട്ടെ, അതിനാണ് പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിൽ വരുന്നത്. നേടാനുള്ളതൊക്കെ നേടിക്കോടി. അടുത്ത വർഷം റമളാനിൽ ആരുണ്ടാവും പറയാൻ കഴിയില്ല. നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നോ മയ്യത്ത് കുളിപ്പിക്കാതെ അടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും? വേറെ പലതും പോട്ടെ, കുളിപ്പിക്കാൻ പറ്റാത്ത മയ്യത്തുകളൊക്കെ കരിഞ്ഞ് മുങ്ങി ഇങ്ങനെയൊക്കെ ഉള്ളതിനെ കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ നോർമലായിരിക്കുന്ന ഒരാളിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കബറടക്കേണ്ടി വരും. ഒരു മയ്യത്ത്, സ്വന്തം വാപ്പാടെ മയ്യത്ത് വീട്ടുമുറ്റത്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിരുന്നോ കോവിഡിന് മുമ്പ്? ഇല്ല.
നമ്മൾ ആരും അങ്ങനെ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ഇനി നമ്മളുടെ ചിന്തകൾക്ക് അപ്പുറത്ത് ഇനി എന്തൊക്കെ വരാൻ പോകുന്നു എന്ന് നമുക്കൊന്നും അറിയില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ വരുന്ന റമളാൻ ഏറ്റവും ധന്യമായ റമളാനായി നമ്മൾ കരുതണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ടാമത് ഖുർആൻ പറയുകയാണ്, രണ്ടാമത് അള്ളാഹു പറയുകയാണ് നഫ്സുൽ ലവ്വാമാ. ഈ നഫ്സും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. രണ്ടാമത്തെ നഫ്സാണ് ഖുർആൻ പറയുന്നു അന്നഫ്സുൽ ലവ്വാമ. എന്താണെന്നറിയോ നഫ്സുൽ ലവ്വാമ എന്ന് പറഞ്ഞാൽ വിമർശക മനസ്സാണ്. ഇതൊന്ന് ചിന്തിക്കണേ സഹോദരങ്ങളെ. നാളെ നമ്മൾ തന്നെ നമ്മളെ കുറ്റം പറയുമെന്നാണ്. അതാണ് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടത്. നമ്മളെ ആരെങ്കിലുമല്ല കുറ്റം പറയുക, നമ്മളെ തന്നെയാണ് കുറ്റം പറയുക. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖിയാമയിൽ അല്ലാഹ് പറഞ്ഞല്ലോ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അല്ലാഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ, അല്ലാഹ് സത്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞ ഒരു നഫ്സ് ഏതാണ്? ആ നഫ്സിന്റെ സഹോദരങ്ങളെ നഫ്സുൽ ലവ്വാമയ എന്ന് പറഞ്ഞാല് വിമർശക മനസ്സാണ്. നമ്മളെ വിമർശിക്കുന്ന ഒരു മനസ്സിന്റെ അത്രേ എന്ന് പറഞ്ഞാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ചെല്ലുമ്പോ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമെന്നാണ്. ഭാര്യ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് വേറെ, പൊന്നുമക്കളുണ്ടല്ലോ കൈവെള്ളയിൽ താലോലിച്ചു വളർത്തുന്ന, നമ്മളെ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കു, തലയിൽ വെച്ചാലോ പേനരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആറ്റുനോറ്റ് വളർത്തുന്ന മക്കളുണ്ടല്ലോ. കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പൊന്നുപോലെ താലോലിച്ച് താരാട്ട് പാട്ടുപാടി ഉറക്കുന്ന പൊന്നുമക്കളുണ്ടല്ലോ. ആ മക്കള് വഴിതെറ്റിപ്പോയാ, കഞ്ചാവിനടിമപ്പെട്ടു പോയാൽ, ആ പൊന്നുമക്കൾ ഏതെങ്കിലുമൊക്കെ മോശമായ രീതിയിലേക്ക് കടന്നു പോയാ നമ്മൾ പറഞ്ഞിട്ട് കേൾക്കാത്തതല്ലേ? അല്ല ഉമ്മ, അല്ല വാപ്പാ, നാളെ പരലോകത്ത് ചെല്ലുമ്പോ നമ്മൾ അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കണമല്ലോ. അവിടെ നിൽക്കുമ്പോൾ പടച്ച തമ്പുരാൻ പറയുന്നത് നിന്റെ വാപ്പയുടെ, നിന്റെ ഉമ്മയുടെ, അല്ലെങ്കിൽ നമ്മളെ മക്കളുടെ അവസ്ഥകൾ നാളെ പരലോകത്ത് വെച്ച് അള്ളാന്റെ പരലോകമെന്ന മഹ്ശറ എന്ന കോടതിയുണ്ടല്ലോ. ഒരു ചാൻ മുകളിൽ കത്തിജ്വലിച്ചു നിൽക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പത്തറ താപം കൊണ്ട് വിറക്കുമ്പോ ആരോരുമില്ലാത്ത മഹ്ശറ വനസഭയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ വെച്ച് നമ്മുടെ മക്കൾ പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ വലിയ നിസ്കാരക്കാരാ, നമ്മൾ വലിയ സാത്വികമായി ജീവിച്ചവരാ, അതുകൊണ്ട് തന്നെ സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോ നമ്മുടെ മക്കളതാ വിളിച്ചു പറയുകയാണ്, ഏയ് നിൽക്കണേ അവിടെ, ഇവിടെ കഞ്ചാവിനടിമപ്പെട്ടു പോയ മക്കൾ നാളെ പരലോകത്ത് നമുക്ക് എതിരാണ്. ഇവിടെ മറ്റുള്ളവന്റെ കൈപിടിച്ചിറങ്ങിപ്പോയ പെൺമക്കളുണ്ടല്ലോ, നാളെ പരലോകത്ത് വരുമ്പോ നമുക്കെതിരാണ്. അവര് പറയും, അല്ലാഹുവേ വാതിഹിമൽ ഉഫൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷ കൊടുക്കണേ അല്ലാ. എന്റെ വാപ്പാക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ റബ്ബേ, എന്റെ ഉമ്മാക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണേ റബ്ബേ. വൽഅനഹുമൽ അനന കബീറാ, നീ അവരെ ശപിക്കണേ എന്ന് പറഞ്ഞു മാതാപിതാക്കൾക്കെതിരെ മക്കൾ നാളെ വക്കാലത്ത് പിടിക്കുന്ന കാലം വരുമെന്നാ. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. എന്തുകൊണ്ടാ? മക്കളെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മളെ ഒറ്റുകൊടുക്കുന്നതാ. പരലോകം അങ്ങനെയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി ഇംരിഇൻ മിൻഹും യൗമഇദിൻ ശഅനു യുഗ്നീ. അവിടെ വാപ്പ ഉമ്മ എന്ന ബന്ധമില്ല, പൊന്നുമക്കൾ എന്നുള്ള ബന്ധമില്ല, അവിടെ ഭാര്യ ഭർത്താവ് എന്ന ബന്ധമില്ല. എല്ലാവരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോ അവർ പരസ്പരം മറ്റുള്ളവരെ പഴിചാരുന്നതിൽ നമുക്ക് സംശയിക്കേണ്ടതില്ല. പക്ഷെ അതല്ല ഇവിടെ പറയുന്നത്. അല്ലാഹു പറയുന്ന നഫ്സുൽ ലവ്വാമ ഏതെന്നറിയോ? നാളെ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുമെന്നാണ്. മഹാനായ അനസ് ഹസൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതെന്തെന്നറിയോ? ലൈസ അഹദും മിൻ അഹ്ലി സമാവാതി വൽ അർള്, ആകാശഭൂമിയിലുള്ള എല്ലാ ഓരോരുത്തരും ഇല്ലാ യലൂമു നഫ്സഹു യൗമൽ ഖിയാമ, പരലോകത്ത് അവരെ തന്നെ കുറ്റപ്പെടുത്തുമെന്നാ. എങ്ങനെയാണെന്ന് ഇക്രിമ റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിച്ചു. യലൂമു അലൽ ഖൈരി, ഇവിടെ നമസ്കരിച്ചവര്, നോമ്പ് പിടിച്ചവര്, ജീവിതത്തിൽ സുകൃതം ചെയ്തവര്. ഈ നാട്ടിലെ ഒരാളെ സങ്കൽപ്പിക്ക്, നല്ല മനുഷ്യനാണ്,
5 നേരം പള്ളിയിലെ ജമാഅത്ത് നിസ്കാരത്തിനുണ്ട്, നോമ്പ് പിടിക്കുന്ന മനുഷ്യനാണ്, നല്ല നിലയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അയാൾ മരണപ്പെട്ട് നാളെ പരലോകത്ത് ഖിയാമത്തിൽ വരുമ്പോ, നാളെ അവിടെ നിർത്തപ്പെടുന്ന ദിവസത്തിൽ അയാൾ സ്വന്തം കുറ്റപ്പെടുത്തും. അതെന്തിനാ? ഇവിടെ നല്ലപോലെ ജീവിച്ച ഒരാളെ നാളെ ആഖിറത്തിൽ വരുമ്പോ സ്വയം കുറ്റപ്പെടുത്തും. എന്തിനു വേണ്ടിയാണ്? ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാ, അയാൾ സ്വയം കുറ്റപ്പെടുത്തിയിട്ട് പറയും, ലൗ ഫഅൽതു കദാ വകദാ, ഇന്നതൊക്കെ ചെയ്യാമായിരുന്നല്ലോ, ഞാൻ ചെയ്തു, പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാമായിരുന്നല്ലോ, പറ്റിയില്ല, നീ സമ്മതിച്ചില്ല എന്ന് നമ്മളോട് നമ്മൾ തന്നെ പറയും. അതാണ് വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് സ്വയം കുറ്റപ്പെടുത്തുന്ന, വിമർശിക്കുന്ന വിമർശക മനസ്സെന്ന് പറയുന്നത് നമ്മളെ തന്നെ നാളെ കുറ്റപ്പെടുത്തുമെന്നാണ്. അപ്പൊ തിന്മ ചെയ്തവന്റെ അവസ്ഥയോ? ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യലൂമു അലശ്ശർരി, തിന്മ ചെയ്ത മനുഷ്യൻ അവനെ കുറ്റപ്പെടുത്തും. എന്തു പറഞ്ഞുകൊണ്ടാ? യാ ലൈതനീ ലം അഫ്അൽ, യാ ലൈതനീ ലം അഫ്അൽ, അല്ലാഹുവേ ഞാനത് ചെയ്യാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തിന്മ ചെയ്തു പോയ ആളുകൾ പരസ്പരം അവരെ തന്നെ കുറ്റപ്പെടുത്തുമെന്നാണ്. എന്തൊരു കോടതിയാണ് അല്ലാഹുവിന്റെ കോടതി! നമ്മുടെ ദുനിയാവിലെ കോടതിയിൽ നമ്മളെ കാശ് വാങ്ങിയ വക്കീൽ നമുക്കെതിരായിട്ട് നിൽക്കൂല. നമ്മൾ കൊണ്ടുപോകുന്ന സാക്ഷികൾ നമുക്ക് അനുകൂലമായി നിൽക്കും. നമ്മളെ പറ്റി രക്ഷപ്പെടുത്താനല്ലേ നോക്കുള്ളൂ. ഇതാണ് ദുനിയാവിന്റെ കോടതി. ആഖിറത്തിന്റെ കോടതി അങ്ങനല്ല. ആഖിറത്തിന്റെ കോടതി പരസ്പരം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നതിനപ്പുറത്ത് സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറ്റപ്പെടുത്തുന്ന, പരസ്പരം നമ്മളെ മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നത് പോലെ, നീ അത് പറഞ്ഞിട്ടല്ലേ ഞാൻ പറഞ്ഞത്, നീ അത് ചെയ്തിട്ടല്ലേ ഞാൻ ചെയ്തത് എന്ന് പരസ്പരം ഇപ്പൊ നമ്മൾ കുറ്റപ്പെടുത്തും പോലെ സ്വയം നാളെ കുറ്റപ്പെടുത്തുന്ന ഒരു കാലമുണ്ടാകും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വിശുദ്ധ ഖുർആനിന്റെ ചില പ്രഖ്യാപനങ്ങൾ. നാളെ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടി വരരുത്. നാം സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരരുത് നാളെ. അതിന് ഇവിടെ വെച്ച് നമ്മൾ ചില അമലുകൾ ചെയ്യേണ്ടി വരും. എന്താണെന്നറിയോ? ഒന്നാമതായിട്ട് ശ്രദ്ധിച്ചോളി, ശഅബാൻ മാസമാണ്, അല്ലെങ്കിൽ റജബിന്റെ അവസാന ദിവസങ്ങളാണ്. റമളാൻ മാസം നമ്മുടെ പടിവാതിൽക്കലാണ്. കൈയെത്തി പിടിക്കാൻ കഴിയുന്ന തരത്തിൽ റമളാൻ നമ്മുടെ തൊട്ടു മുമ്പിലുണ്ട്. നമ്മൾ എന്തു വേണം? നാളെ നമ്മൾ തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇവിടെ നാം ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഏതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, വഅനീബൂ ഇലാ റബ്ബികും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. അല്ലാഹ് പറയുകയാ, വഅനീബൂ ഇലാ റബ്ബികും, നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. സഹോദരങ്ങളെ, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങേണ്ട മാസമാണ്. നമ്മൾ കരുതും ഇനി ഉണ്ടല്ലോ 30 രാവുകൾ 30 പകലുകൾ, പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോ നമുക്ക് പശ്ചാത്തപിക്കാം. അതിനു മുമ്പ് ശഅബാൻ ഉണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ അങ്ങ് പോയാലും റമളാനിൽ എത്തിച്ചേരുമ്പോ നമുക്ക് ഇൻഷാ അല്ലാഹ് പശ്ചാത്തപിച്ചു മടങ്ങാം. ഈ ഒരു ചിന്തയോടെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, നമ്മൾ കരുതിയിരിക്കുന്നെങ്കിൽ എഴുതി വെച്ചോ. അല്ലാഹു നമുക്ക് തന്ന ആയുസ്സേത് നിമിഷമാ നമ്മോട് യാത്ര പറയുന്നത്. ആയുസ് എപ്പോഴാ ജീവിതത്തിൽ ആയുസിന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടിക്കളയുക? എപ്പോഴാണ് നമ്മുടെ റൂഹ് വിട പറയുക? ഇത് പറയാ നമുക്ക് നിവൃത്തിയില്ലെങ്കിൽ ജീവിതത്തിൽ എന്റെ സഹോദരങ്ങളെ നമുക്ക് പശ്ചാത്തപിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന തന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ അനുയായികളെ രക്ഷപ്പെടുത്തിയിട്ട് ചെങ്കടലിലേക്ക് ഫിർഔനും കൂട്ടരും ഇറങ്ങുമ്പോ അവസാനത്തെ ആളും മൂസാ നബിയുടെ അവസാനത്തെ ആളും ചെങ്കടൽ കടന്ന് രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഈ ഫിർഔനിന്റെ കൂട്ടാളികളിൽ അവസാനത്തെ ആളും ചെങ്കടലിൽ ഇറങ്ങിയെന്നറിഞ്ഞപ്പോ അല്ലാഹു ചെങ്കടലിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിച്ചു. അതിന്റെ വെള്ളം പഴയതുപോലെ ഒഴുകാൻ തുടങ്ങി. ആ സമയത്താണ് ഫിർഔൻ
ഫിർഔന് മുങ്ങിത്താഴുന്നത്. അവിടെ കിടന്ന് ഫിർഔൻ എന്ന അഹങ്കാരി വിളിച്ചു പറഞ്ഞതെന്താ? ആമന്തു ബില്ലാഹ് ആമന്നാ ബി റബ്ബി മൂസാ അന്നഹു ആമന്തു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ എന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ എന്ന് സാക്ഷാ ഫിർഔൻ പോലും വിളിച്ചു പറഞ്ഞു. എപ്പോഴാണ്? മുങ്ങിത്താഴാ പോകുന്ന സമയത്ത്. ആ സമയത്ത് അള്ളാഹുവിന്റെ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? 7 ആകാശത്തിന്റെ മുകളിൽ നിന്ന് ജിബ്രീൽ ഇറങ്ങിയിട്ട് പ്രിയപ്പെട്ടവരെ വെള്ളത്തിന്റെ അടിയിൽ ചെന്ന് ചെളി വാരിക്കൊണ്ടുവന്ന് മഹാനായ മൂസാ നബിയുടെ ബദ്ധവൈരിയായ അഹങ്കാരികളുടെ ഏറ്റവും വലിയ പ്രതീകമായി അള്ളാഹു പരിചയപ്പെടുത്തുന്ന ഫിർഔനിന്റെ വായിലേക്ക് ചെളി കുത്തി ഇറക്കി വെച്ചിട്ട് ജിബ്രീൽ പറഞ്ഞതെന്തെന്നറിയോ? നീ മിണ്ടരുത്, അള്ളാഹുവാണ് നീ എന്ന് വാദിച്ചവനാ, നീയാണ് സർവശക്തനെന്ന് വാദിച്ചവനാ, അതുകൊണ്ട് പൊന്നുമോനെ അനുഭവിച്ചോ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഫിർഔനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വായിലെ ചെളിവാരി നിറച്ചു കൊടുത്തു എന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണുമ്പോ അള്ളാഹു നമുക്ക് തന്ന ആയുസ് എപ്പോഴാ തീരുന്നതെന്ന് പറയാൻ കഴിയില്ല. ICU-വിനകത്ത് കിടക്കുമ്പോ നമ്മുടെ കാലിൽ നിന്ന് പെരുവിരലിൽ നിന്ന് റൂഹ് പിരിഞ്ഞ് അവസാന തൊണ്ടക്കുഴിയിലെത്തിയ പശ്ചാത്തപിക്കണമെന്ന് നിനക്ക് ബോധം വരും, ആഗ്രഹം വരുന്ന സമയത്ത് ലാ യഖ്ബലുല്ലാഹ്, നിന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, നാളത്തേക്കാക്കണ്ട. ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാവല്ലേ? ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഈ പരിശുദ്ധമായ ശഅബാനിന്റെയും റജബിന്റെയും ഇടയിലുള്ള ഈ പുണ്യമായ രാവിൽ ചെന്നിട്ട് നീ അല്ലാഹുവിനോട് പറ, പടച്ചവനെ ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി, ഇനി ഞാൻ തെറ്റുകൾ ചെയ്യില്ല അല്ലാ, ഇനി ഹറാം ചെയ്യില്ല അല്ലാ, ഇനി ഞാൻ നിനക്ക് വേണ്ടി സർവ്വത സമർപ്പിക്കാൻ പ്രതിജ്ഞ എടുത്തിരിക്കുകയാ, എനിക്കതിനുള്ള വഴികൾ തുറന്നു തരണേ തമ്പുരാനെ എന്ന് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങി ഏറ്റു പറഞ്ഞിട്ട് ഇന്നത്തെ രാത്രി നീ പശ്ചാത്തപിച്ചു മടങ്ങിയാൽ നാളെ നീ പരസ്പരം ആളുകളോ കരിവാരി തേക്കുന്ന ചെളിവാരി എറിയുന്ന മഹിശറയിൽ വെച്ച് നിനക്ക് നിന്നെ തന്നെ കുറ്റപ്പെടുത്തേണ്ട അവസ്ഥ വരില്ലെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് വഅനീബു ഇലാ റബ്ബികും, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിക്കോ. കിട്ടുന്നൊരവസരമാണ്. അള്ളാഹുവിന്റെ മാസമാണ് പരിശുദ്ധമായ റജബ്, ഉമ്മത്തിന്റെ മാസമാണ് റമളാൻ, അതിനിടയിൽ മുത്തുനബിയുടെ മാസമാണ് എന്ന് വിശേഷിപ്പിച്ച ഈ ശഅബാനിലേക്ക് നമ്മൾ കടക്കുമ്പോ ഒരു നിമിഷം നമുക്ക് പശ്ചാത്തപിച്ചു മടങ്ങാൻ. നമ്മുടെ മാസമാകുന്ന റജബ് കഴിഞ്ഞു. ഇനി അള്ളാഹുവിന്റെ മാസമാകുന്ന റമളാനിലേക്ക് എത്തേണ്ടതാണ്. നമുക്ക് നഷ്ടപ്പെട്ടു പോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. മല്ല ഈസാ നബി പറഞ്ഞതുപോലെ ദുനിയാവെന്ന് പറഞ്ഞ 3 പീരീഡാണ്. ഒന്ന് സാഅത്തുൻ ഖദും മലത്, പോയി, ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, തിരിച്ചു വരില്ല. രണ്ടാമത്തേത് സാഅത്തുൻ ലാ തദ്രിയ തുദ്രികുഹാ അംലാ, ഇനി വരാനിരിക്കുന്ന ഒരു സമയമാണ്, നീ ഉണ്ടാവോ ഇല്ലേ എന്ന് പറയാൻ കഴിയില്ല. മൂന്നാമതൊരു സമയമുണ്ട്, സാഅത്തുൻ അൻത ഫിഹാ, നീ നിലനിൽക്കുന്ന ആ സമയം. ഫഗ്തനിംഹാ ഫലാ തുളയ്യഹാ, പാഴാക്കരുത്, അധ്വാനിച്ചു എന്ന് പറഞ്ഞ റജബ് പോയി, റമളാൻ വരും. ഇനി റജബ് തിരിച്ചു വരുമോ? ഇല്ല. ഈ റജബ് ഇനി ജീവിതകാലത്ത് തിരിച്ചു വരില്ല. ഇനി അടുത്ത വർഷം നമ്മൾ ആയുസുണ്ടെങ്കിൽ വരുന്ന റജബ് അത് വേറെ റജബാ. ഓരോ ദിവസവും പുതിയ ദിവസമാണ്. ഇന്നി യൗമുൻ ജദീദ്, നബി മുഹമ്മദ് മുസ്തഫ സമയം പറയുന്നു അത്രേ, ഞാൻ പുതിയ ദിവസമാണ്. അപ്പൊ ഇനി ഒരു റജബ് വരാനില്ല, കഴിഞ്ഞുപോയി. അതിനെപ്പറ്റി ഇനി വ്യാകുലപ്പെടണ്ട. പിന്നെ റമളാൻ നീ ഉണ്ടാവോ ഇല്ലേ നിനക്കറിയില്ല. പിന്നെ എന്താ നമ്മുടെ മുമ്പിലുള്ളത്? ഈ ശഅബാൻ, അതിൽ നീ പരിശ്രമിക്കണം. അതുകൊണ്ട് ഒന്ന് അൽ ഇനാബത്തു ഇലല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള പശ്ചാത്താപം, അത് ഇന്നത്തെ ദിവസം മുതൽ ആരംഭിക്കണം. ഒരൊറ്റ മിനിറ്റ് കൊണ്ട് സർവ്വതും എന്റെ റബ്ബിനോട് ഏറ്റുപറഞ്ഞ് ഞാൻ ഇനി ജീവിതത്തിൽ പാപങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് പശ്ചാത്തപിച്ച് കരളുരുകി ഹൃദയത്തിൽ നിന്ന് കണ്ണുനീര് ഒഴുകണം. കണ്ണിൽ നിന്നൊഴുകിയാ പോരാ, ഹൃദയത്തിൽ നിന്ന് കണ്ണുനീരൊഴുകണം.
അങ്ങനെ ഹൃദയത്തിന് അലിവുണ്ടായി നമ്മൾ പശ്ചാത്തപിച്ചു മടങ്ങിക്കഴിഞ്ഞാൽ ഇതുവരെയുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. മുഴുവൻ പാപങ്ങളും അള്ളാഹു പുറത്തു തരും. അപ്പൊ ഒന്നാമതായിട്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. ഇനി 2, അല്ലാഹു പറയുകയാണ് വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബ് സുമ്മ ലാ തുൻസറൂൻ. ആരാലെ സഹായിക്കപ്പെടാനില്ലാത്ത ഒരു അദാബ് നിങ്ങൾക്ക് വരുമ്പോൾ, അത് പ്രളയമാകാം, അത് കോവിഡാകാം, അത് മറ്റേതുമാകാം, ആര് സഹായിക്കപ്പെടാനില്ലാത്ത, ആരും രക്ഷയ്ക്ക് വരാനില്ലാത്ത ഒരു പരീക്ഷണം നിങ്ങൾക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി മുസ്ലിമാവോ? അല്ലാഹ് ചോദിക്കാം, മുസ്ലിം ആകാൻ പറ്റുമോ? പേര് കൊണ്ട് മുസ്ലിമാണ്, പക്ഷെ പോരാ, മുസ്ലിമാകണം, അനുസരണയുള്ളവനാകണം. അനുസരിക്ക് അള്ളാഹുവിനെ അനുസരിക്ക്. എന്റെ റബ്ബിനോട് പറഞ്ഞത് എന്താണ്, അത് ഞാൻ കൃത്യമായി അനുസരിക്കും. ആ ഒരു മുസ്ലിം ആവുക എന്നുള്ള ആ ഒരു കർത്തവ്യം നമ്മൾ നിറവേറ്റണം.